അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വിഷുവിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ്. പക്ഷെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ നമ്മളും ചെറുങ്ങനെ ഒന്ന് വിഷു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നേ. ആദ്യമൊന്നും കണിക്കൊന്ന കിട്ടിയില്ലായിരുന്നു, എല്ലായിടത്തും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ഒരു 8-8:30 ആയപ്പോഴത്തേനുമാണ് കണിക്കൊന്ന കിട്ടിയത്. പിന്നെ ചേട്ടൻ വന്നപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറേ പടക്കവും കമ്പിത്തിരിയും ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവന്മാരെ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കുറേ രാവിലെ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ടു. അതിരാവിലെ ഒന്നും എഴുന്നേറ്റില്ല കേട്ടോ, ഒരു 9 മണിയൊക്കെ ആയേ. ഇപ്പം എനിക്ക് പഴയ പോലെ ഒരു ഉന്മേഷമൊന്നും ഇല്ല. പിന്നെ പുതിയൊരാളും കൂടി വരുന്നോണ്ടൊന്ന് ഒരുങ്ങാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോയി. ഇവിടെ അടുത്തൊരു ശിവൻ്റെ അമ്പലമുണ്ട്, അവിടോട്ടാണ് പോയത്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് അമ്പലത്തിലൊക്കെ പോകുന്നത്. ഞാനിപ്പോൾ എങ്ങോട്ടും അങ്ങനെ ഇറങ്ങാറില്ല, വീട്ടിൽ തന്നെ എങ്ങനെയെങ്കിലും സമയം കളയും. ഫോണും എടുക്കാറില്ല, ആരെയും വിളിക്കാറുമില്ല, ഒന്നുമില്ല. എന്തോ ഒരു ഉൾവലിഞ്ഞ് ഞാനിപ്പോൾ നിൽക്കുകയാണ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അമ്പലത്തിൽ വന്നില്ലേ, കുറച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേനും അമ്മ ദാ വിഷുവടയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ട് അരിയിലും പെറുക്കലും ഒക്കെ ആയി സദ്യ ആക്കാൻ വേണ്ടിയിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കി. എനിക്കിഷ്ടപ്പെട്ട കറിയൊക്കെ അമ്മ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇന്ന് കഴിച്ചു. പിന്നെ ഹസ്ബൻഡ് ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ വരുമെന്ന് വിചാരിച്ചു, പക്ഷേ ആൾക്ക് വരാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല. പിന്നെ വീഡിയോ കോളൊക്കെ ചെയ്ത് നമ്മൾ കണ്ട് വിഷു കൈനീട്ടമൊക്കെ ആളും തന്നു, നമ്മളും കൊടുത്തു. അങ്ങനെ നല്ല സന്തോഷമായിരുന്നു. പിന്നെ നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ കുറേ നാളുകൾക്ക് ശേഷം ഭക്ഷണമൊക്കെ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതൊക്കെ കുറേ നാൾക്ക് ശേഷമായിരുന്നു. പിന്നെ അനിയനില്ലല്ലോ നാട്ടിൽ, പക്ഷെ അവനില്ലാത്തതിൻ്റെ കുറവൊന്നും അവൻ്റെ കൂട്ടുകാർ വരുത്തില്ല, അവരെല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ അവന്മാരും എല്ലാത്തിനും വന്നു, അമ്പലത്തിലൊക്കെ പോയി. അങ്ങനെ നല്ല ഒരു വിഷു ആയിരുന്നു. ചെറിയ രീതിയിൽ നമ്മൾ ആഘോഷിച്ചു കേട്ടോ. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ നന്നായിട്ട് അവിടെ ബാംഗ്ലൂരായിരുന്നപ്പോൾ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഹസ്ബൻഡും അമ്പലത്തിൽ പോവുകയും ഞാൻ അതൊക്കെ ഇങ്ങനെ ഇവരോട് അതിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നല്ല രസമായിരുന്നു എന്നൊക്കെ. അങ്ങനെ എന്തായാലും ഈ വർഷത്തെ വിഷു അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു, രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാണ്, എപ്പോഴെങ്കിലുമൊക്കെ ചുമ്മാ കാണാമെന്ന് വെച്ച്. എഡിറ്റ് ചെയ്യാനാണെങ്കിലും ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.